നമസ്കാരം. ഇക്കഴിഞ്ഞ 30-ാം തീയതി ഉച്ചയ്ക്ക് 3:30 മണിക്ക് വെടിവെച്ച് കൊല ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുകയോ ചെയ്തിട്ടുള്ള KJ റോയ് എന്ന് പറയുന്ന കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഉടമ മരിച്ചതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾ കത്തിപ്പടരുകയാണ്. അദ്ദേഹത്തെ കൊന്നതാണ് എന്നുള്ളൊരു ഭാഗമുണ്ട്. അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണെന്നുള്ള മറുഭാഗമുണ്ട്. കൊന്നതാണെന്ന് തന്നെ പറയുന്നതിന് കാരണം അദ്ദേഹം തലയ്ക്ക് വെടിവെച്ച് ആണ് മരിക്കേണ്ടത്. പകരം നെഞ്ചിനാണ് വെടിയേറ്റത്. അത് മറ്റൊരാൾക്ക് മാത്രമേ വെടിവെക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള നിഗമനമാണ് വിദഗ്ധർ പറയുന്നത്. അതിന് കാരണം അദ്ദേഹം ഭയങ്കര തടിയുള്ള ആളാണ്. അദ്ദേഹത്തിന് കൈ മടക്കി ചുറ്റി നെഞ്ചിന് വെടിവെക്കാൻ കഴിയില്ല എന്നുള്ള ശാസ്ത്രീയമായ സമീപനമാണ്. അതോടൊപ്പം മറ്റൊരു കാര്യം പറയുന്നത് അവിടെയുള്ള എല്ലാ CCTV ദൃശ്യങ്ങളും CCTVയും ഓഫാക്കി വെച്ചിരുന്നു എന്നുള്ളതാണ്. അതെന്തിന്? അതിലെല്ലാം ദുരൂഹതയുണ്ട്. ഇപ്പൊ കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട്, ആദായ നികുതി ഉദ്യോഗസ്ഥരല്ല, വേറെ ആരോ ആണ് ഇതിന് പിന്നിൽ എന്നുള്ള പ്രചരണമാണ് വലുതായി നടക്കുന്നത്. എന്നാൽ അതിൻ്റെ പ്രസിഡന്റായ അന്നത്തെ MD ആയ ജോസഫ് പറയുന്നത് അന്ന് ഉച്ചയ്ക്ക് 3 മണിയോടെ കൂടിയിട്ടാണ് അവിടെ സംഭവ സ്ഥലത്ത് എത്തുന്നത്. അദ്ദേഹം ഉടൻ തന്നെ ക്യാബിനിലേക്ക് പോയിട്ട് അപ്പോൾ തന്നെ വാതിലടയ്ക്കുന്നു. എന്നെ വിളിക്കരുതെന്ന് പറയുന്നു. അതിനുശേഷം അദ്ദേഹം 25 മിനിറ്റ് കഴിഞ്ഞിട്ടും വരാത്തത് കൊണ്ടാണ് വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറുകയും പിന്നെ കാണുന്നത് കസേരയിൽ ഇരുന്ന് വെടിയേറ്റ് മരിച്ചു കിടക്കുന്ന CJ റോയിയെ ആണ് എന്നുള്ളതാണ്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം കൃത്യമായി നെഞ്ചിൽ വെടിയേറ്റാണ് മരണപ്പെട്ടതെന്ന് സ്ഥിരീകരിക്കുകയുണ്ടായി. ഈ സന്ദർഭത്തിൽ നമ്മൾ എല്ലാവരും സാധാരണ ലെവലിൽ ചിന്തിക്കുന്ന വാർത്തകളാണ് ക്രൈം നേരത്തെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതായത് ഒരു ആദായ നികുതി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ അവിടെ റെയ്ഡ് നടക്കുമ്പോൾ ആ റെയ്ഡ് നടക്കുന്ന സന്ദർഭത്തിൽ അതിൻ്റെ ആരാണോ പ്രതിസ്ഥാനത്തിരിക്കുന്ന ആൾ അവർ അവരുടെ കസ്റ്റഡിയിലായിരിക്കും. അതായത് CJ റോയ് അവരുടെ കസ്റ്റഡിയിലായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുക. ആ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ ഉള്ള എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ഈ പറയുന്ന അന്വേഷണ ഏജൻസികൾക്കാണ്. ഞാൻ പോലീസ് കസ്റ്റഡിയിൽ ഇരുന്ന ആളാണ്. കള്ളക്കേസിലാണെങ്കിലും പോലീസ് കസ്റ്റഡിയിൽ ഇരുന്ന ആളാണ്. എനിക്കറിയാം, അതിനെപ്പറ്റിയുള്ള കൃത്യമായി അറിയുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവരുടെ കസ്റ്റഡിയിലായിരിക്കുമ്പോൾ. കാരണം മിണ്ടാതിരിക്കുക എന്നുള്ളത് മാത്രമേ പറ്റുള്ളൂ. അവർ പറയുന്നത് അനുസരിക്കുക. പിന്നെ നമ്മൾ എന്നെപ്പോലെ ഒരാൾ വളരെ ശക്തമായി സംസാരിക്കും. കാരണം എന്നെ അത് അംഗീകരിക്കാറുണ്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ. എന്നാൽ സാധാരണക്കാരുടെ സ്ഥിതിക്ക് അങ്ങനെയാണ്. ഇവരുടെയൊക്കെ ഒരു വലയത്തിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവരാണ് ഭരിക്കുന്നത്. നമ്മളെ അവർ പറയും പോലെ കേൾക്കുക എന്നുള്ളത് മാത്രമാണ് മുന്നിലുള്ള വഴി. എന്തായാലും ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നടന്നിരിക്കുന്നത്, ഈ മരണം നടന്ന സമയത്ത് ഈ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ എവിടെയായിരുന്നു എന്നുള്ളതാണ്. അതിലേറ്റവും പുതിയ വിവരങ്ങൾ വന്നത് ഞാൻ എൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായത്, ഈ ആദായ നികുതി ഉദ്യോഗസ്ഥന്മാർ അന്ന് ഈ KJ റോയിനെ കണ്ടിട്ടേ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഇത് പോലീസിനോട് കൃത്യമായി പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അതായത് ആദായ നികുതി ഉദ്യോഗസ്ഥന്മാർ ഗ്രൗണ്ടിൽ ഏറ്റവും താഴത്തെ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. മുകളിൽ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു ആര് വന്ന് CJ റോയ് വന്നു തന്നെ ഏകദേശം 3 മണിക്കാണ്. അരമണിക്കൂറിനുള്ളിൽ അദ്ദേഹം സ്വയം വെടിവെച്ച് മരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ആദായ നികുതി ഉദ്യോഗസ്ഥന്മാർ 4 മണിക്കാണ് അന്ന് കാണാൻ നിശ്ചയിച്ചിരുന്നത്. പക്ഷെ അതിനു മുമ്പേ അദ്ദേഹം മരണപ്പെട്ടിരുന്നു, ആത്മഹത്യ ചെയ്തിരുന്നു, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിരുന്നു എന്ന് നമുക്ക് പറയാം. ആരാണ് കൊന്നതെന്നൊക്കെ നമുക്കറിയില്ല. അല്ലെങ്കിൽ ആത്മഹത്യ തന്നെ ആണെങ്കിൽ എങ്ങനെ ആത്മഹത്യ ചെയ്തു എന്നും കൂടി ഇനി കൃത്യമായി പറയേണ്ടതുണ്ട്. എന്തായാലും ആദായ നികുതി ഉദ്യോഗസ്ഥന്മാരുടെ സമ്മർദ്ദമാണ് ഇത് എന്ന് പറയുന്നത് നമുക്കറിയില്ല. പക്ഷെ അദ്ദേഹം ഈ 30-ാം തീയതി ആദായ നികുതി ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തെ കണ്ടിട്ടില്ല എന്ന് സ്ഥിരീകരിക്കുകയാണ് പോലീസ്. കാരണം ആദായ നികുതി ഉദ്യോഗസ്ഥന്മാർ അന്ന് ക്വസ്റ്റ്യനറൊക്കെ തയ്യാറാക്കി 4 മണിക്കാണ് കാണാൻ തയ്യാറായിരുന്നത്. പക്ഷേ 4 മണിക്ക് കാണുന്നതിന് മുമ്പ് 3:30 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ ബോഡിയും കൊണ്ട് പെട്ടെന്ന് പോകുന്ന ദൃശ്യങ്ങളും DGP വരുന്ന ദൃശ്യങ്ങളുമാണ് ആദായ നികുതി ഉദ്യോഗസ്ഥന്മാർ കാണുന്നത്. എന്നാൽ തലേ ദിവസം 29-ാം തീയതി CJ റോയിയെ ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്യലിൽ പല ദുരൂഹമായ കാര്യങ്ങളെക്കുറിച്ചും ചോദിച്ചിരുന്നു. അതിൻ്റെ തെളിവുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 30-ാം തീയതി സമയം കൊടുത്തത്. ഈ 30-ാം തീയതി അത്തരം തെളിവുകൾ കൊടുക്കാൻ പറ്റാത്ത വരുന്ന ഒരു സാഹചര്യത്തിലും പിടിക്കപ്പെടും എന്നുള്ള ഒരു സാഹചര്യത്തിലും CJ റോയ് സ്വയം ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന ഒരു നിരീക്ഷണത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ നിന്ന് ഏറ്റവും രസകരമായ കാര്യം, ഈ വെടിയേറ്റ് മരിച്ച് ഈ ബോഡി കൊണ്ടുപോയി ആ സന്ദർഭത്തിൽ അവിടെയുള്ള ഏകദേശം 100 കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് അവിടെ അവർ വയലന്റ് ആയി കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ആദായ നികുതിയിലെ 8 പേര് അവിടെ കൊല്ലപ്പെടുകയോ അടിച്ചു കൊല്ലുമായിരുന്നു. എന്നാൽ ആദായ നികുതി ഉദ്യോഗസ്ഥന്മാർ താഴെ ആയതുകൊണ്ടും
അന്നേ ദിവസം ഈ CJ റോയിയെ കണ്ടിട്ടില്ലാത്തതുകൊണ്ടും അങ്ങനെ ഒരു കാര്യത്തിന് അവരാരും മുതിർന്നില്ല എന്നുള്ളതാണ് സത്യം. അതിന് മുമ്പ് ഈ സന്ദർഭത്തിൽ തന്നെ പെട്ടെന്ന് DGP എത്തുന്നു. കർണാടക DGP സംഭവ സ്ഥലത്ത് എത്തുന്നു. അവർ നേരെ ആദായ നികുതി ഉദ്യോഗസ്ഥന്മാരെ കാണുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇനി പൂർത്തീകരിക്കാനുണ്ടോ എന്ന് തോന്നുന്നു ചോദിക്കുന്നു. ഉണ്ടെങ്കിൽ പെട്ടെന്ന് പൂർത്തീകരിക്കുമോ, നിങ്ങളെ ഇവിടെ നിന്ന് മാറ്റണം, കാരണം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് പോകാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇതോടുകൂടി വലിയ തോതിൽ വാർത്ത സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിരുന്നു. വാർത്ത സ്പ്രെഡ് ചെയ്തതോടെ ദൃശ്യമാധ്യമങ്ങൾ അവിടെ എത്തിയിരുന്നു. ജനക്കൂട്ടം രൂപപ്പെട്ടിരുന്നു. അവരെ മറികടന്ന് ഇപ്പോൾ ആദായ നികുതി ഉദ്യോഗസ്ഥന്മാർക്ക് അവിടെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു മണിക്കൂർ കൊണ്ട് ഞങ്ങൾ എല്ലാം പാക്ക് ചെയ്ത് ഇവിടുന്ന് പോകാൻ റെഡിയാണെന്ന് പറയുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്തു, 3 കാറുകളിലാണ് വന്നിരുന്നത്. 3 കാറുകളിൽ ഇവരെന്ത് ചെയ്തു, അവിടെ നിന്ന് ഇറങ്ങി ഇവരെ പത്രക്കാർ ഫോളോ ചെയ്തുകൊണ്ടിരുന്നു. ഇവരാണ് യഥാർത്ഥ കുറ്റവാളികൾ എന്ന നിലയിൽ പത്രക്കാർ, ദൃശ്യ മാധ്യമങ്ങൾ ഇവരെ ഫോളോ ചെയ്തെങ്കിലും ഇവർ 3 വഴിക്ക് തിരിഞ്ഞ് അവരെ ആദായ നികുതി ഓഫീസിൽ എത്തുകയായിരുന്നു, ബാംഗ്ലൂരിൽ എത്തുകയായിരുന്നു. പിന്നെ അവിടെ നിന്ന് ആദായ നികുതി അവിടെയും താഴെ അവർ കാത്തു നിന്നു, ദൃശ്യ മാധ്യമങ്ങൾ കാത്തു നിന്നു. അവരെന്ത് ചെയ്തു, അവിടുന്ന് അവരാകെ പേടിച്ചരണ്ടു പോയിരുന്നു. സത്യത്തിൽ ഇങ്ങനെ ഒരു രംഗം അവരെ ലൈഫിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് വരെ ചരിത്രത്തിൽ ഉണ്ടാവാത്തൊരു സംഭവമാണ്. അവിടെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ യഥാർത്ഥ ഉടമ സ്വയം ആത്മഹത്യ ചെയ്യുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്നത്. ഇത് ആരുടെ തലയിലേക്കാണ് പോണത്? ഈ ആദായ നികുതി ഉദ്യോഗസ്ഥന്മാരുടെ തലയിലേക്കാണ്. പ്രത്യേകിച്ച് പോലീസിന്റെ സന്നാഹമില്ല. ഇവർ 8 പേർ മാത്രമാണ് വന്നിട്ടുള്ളത് കേരളത്തിൽ നിന്ന്. അവിടെ ആ 8 പേരല്ലാതെ വേറൊരു ആളും അവിടെ വന്നിട്ടില്ല. അപ്പം അവർക്ക് പെട്ടെന്നുണ്ടാവുന്ന വയലൻസ്, അതിന്റെ ഉടമ കൊല്ലപ്പെടുമ്പോൾ അവിടെയുള്ള ജീവനക്കാർ വയലന്റ് ആവും. ആ വയലന്റ് ആയി കഴിഞ്ഞാൽ സെക്യൂരിറ്റിക്കാരെല്ലാം ഉള്ള 10-15 സെക്യൂരിറ്റിക്കാരെ കൂടെ നടക്കുന്ന ഒരാളാണ് ഈ കോൺഫിഡന്റ് റോയ്. അദ്ദേഹം എവിടെ പോകുമ്പോഴും 15 അംഗരക്ഷകരുണ്ടാവും. ഒരു ഭയങ്കര പേടിക്കൊടലനാണ് അദ്ദേഹം. ആരെയൊക്കെയോ പേടിക്കുന്നുണ്ട്. കാരണം ജീവിതത്തിൽ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിട്ടാണ് അദ്ദേഹം ജീവിതത്തിൽ വിജയിച്ചു പോകുന്നുള്ളത്. പ്രത്യേകിച്ചും ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ ഉടമ കൃഷ്ണൻ നമ്പൂരിയെ അവിടെ ജോലി ചെയ്ത ശേഷം ആ സ്ഥാപനം തന്നെ കൈയടക്കി അതിന്റെ ഇടപാടുകളെല്ലാം അദ്ദേഹത്തിന്റെ പേരിലാക്കി. സ്വന്തം അദ്ദേഹത്തിന്റെ ഭാര്യയെ അടക്കം തട്ടിക്കൊണ്ടുപോയ ആളാണ് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഉടമ റോയ്. ആ റോയ് നമ്മൾ ഇന്നലെ വരെ കരുതിയിരുന്ന, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അദ്ദേഹത്തെ പറ്റി കേട്ട വിവരങ്ങളെല്ലാം കെട്ടിക്കഴിഞ്ഞാൽ ഞെട്ടിപ്പോകുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ക്രിസ്റ്റൽ ഗ്രൂപ്പ് തട്ടിയെടുത്ത അന്ന് മുതൽ ഇദ്ദേഹം 15 അംഗരക്ഷകരോടൊപ്പമാണ് യാത്ര ചെയ്യാറ്. ഇവിടെ ക്രസന്റ് ഹോട്ടലിൽ, ഇവിടെ എറണാകുളത്തുള്ള ചില ഹോട്ടലിലൊക്കെ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ വരുമ്പോൾ അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ അദ്ദേഹം ഒറ്റയ്ക്ക് മാത്രമേ ലിഫ്റ്റിൽ കൂടെ ഇറങ്ങി വരുള്ളൂ. കാരണം അത്രയും പേടിയാണ്. അതേ മറ്റു ലിഫ്റ്റിലൂടെ ബാക്കി അംഗരക്ഷകർ വരും. ഈ അംഗരക്ഷകർ വന്നിട്ടേ അദ്ദേഹം കാറ് കയറാൻ ഒരു 100 അടി അങ്ങോട്ട് അകത്തേക്ക് വരെ പോവുകയുള്ളൂ. അത്രയ്ക്കും ഭയപ്പാടോടുകൂടി ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. കാരണം ഏത് സമയത്തും വെടിയേറ്റ് മരിക്കാം, ഏത് സമയത്ത് അദ്ദേഹം അറ്റാക്കിന് വിധേയമാകാമെന്ന് ചിന്തിക്കുന്ന ഒരാളെ. കാരണം അത്രയും തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. നമ്മൾ ഏറ്റവും രസകരമായ കാര്യം, ഇവിടെ പല ഇതുണ്ടല്ലോ, സ്റ്റാർ സ്റ്റിങ്ങറിലൊക്കെ അവാർഡ് പ്രഖ്യാപിക്കും, ഒരു ഫ്ലാറ്റ് കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ ഇദ്ദേഹം ഫ്ലാറ്റ് കൊടുക്കില്ല. അവസാനം 1 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞിട്ട് അതിൽ അർഹരായ ആളുകൾ നോട്ടീസ് അയക്കാൻ കാലത്താണ് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഈ റോയ് ഫ്ലാറ്റ് കൊടുക്കാറുള്ളത്. 10 ലക്ഷം കൊടുത്തു, 15 ലക്ഷം കൊടുത്തു എന്നൊക്കെ പറയുന്നത് വെറും തട്ടിപ്പാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്തറിയാവുന്ന ചില ആളുകളിൽ നിന്ന്, കൃത്യമായുള്ള സോഴ്സിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും ഇവിടെ ആദായ നികുതി ഉദ്യോഗസ്ഥന്മാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. കർണാടക DGP വന്ന് രക്ഷപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ രംഗം വേറൊരു തരത്തിലാകുമായിരുന്നു. മറ്റൊരു കാര്യം കൂടി, യഥാർത്ഥത്തിൽ അന്ന് ഈ ആദായ നികുതി ഉദ്യോഗസ്ഥർ തല്ലിക്കൊല്ലുമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു രംഗങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു ഈ പറയുന്ന റോയ് ഉണ്ടായിരുന്നത്. താഴെ ആയിരുന്നു ആരുണ്ടായിരുന്നത്, നമ്മുടെ ആദായ നികുതി ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. അന്നേ ദിവസം അവർ കണ്ടിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ എന്താണ്? ഇദ്ദേഹം നേരത്തെ പ്രിപ്പയർഡ് ആയിരുന്നു. ഇദ്ദേഹം വലിയ ഒരു ദുരന്തത്തിൽ പെട്ടുകിടക്കുകയായിരുന്നു. ഇദ്ദേഹം നടത്തിയ തട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ, ദുബായിൽ അദ്ദേഹം പിടിക്കപ്പെട്ടിരുന്നു. അവിടെ എന്തായാലും അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുമെന്നുള്ള കൃത്യമായുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു അടി മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിലുള്ള തട്ടിപ്പുകളായിരുന്നു അദ്ദേഹം എല്ലാ മേഖലകളിലും നടത്തിയിരുന്നത്. അവിടെ നടത്തിയ തട്ടിപ്പിന്റെ, അതായത് കള്ളപ്പണ ഇടപാടിന്റെ കൃത്യമായ വിവരങ്ങൾ അവിടെ പോലീസ് പിടിച്ചെടുത്തിരുന്നു.
അദ്ദേഹം ഏത് സമയത്ത് അറസ്റ്റ് ചെയ്യപ്പെടാമെന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു. തലേ ദിവസം കൊടുത്ത ക്വസ്റ്റ്യനെയർ പ്രകാരം പിറ്റേ ദിവസം 30-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ഇദ്ദേഹത്തെ കാണാൻ നിൽക്കുമ്പോൾ കൂടുതൽ ചോദ്യങ്ങളുമായി ആദായനികുതി ഉദ്യോഗസ്ഥന്മാർ റെഡിയായി നിൽക്കുമ്പോഴാണ്, കാണാൻ പോകുന്നതിന് മുമ്പാണ് ഇദ്ദേഹം മരണപ്പെട്ട വിവരം കാണുന്നത്. ശരിക്കും ആദായനികുതി ഉദ്യോഗസ്ഥന്മാർ ഞെട്ടി വിറയ്ക്കുകയായിരുന്നു ആ സമയത്തൊക്കെ. കാരണം അവർക്ക് ഇന്നേ വരെ ഉണ്ടാവാത്ത ഒരു അനുഭവമാണ് 11,000 കോടി രൂപയുടെ ആസ്തിയുള്ള CJ റോയ് എന്ന് പറയുന്ന കോൺഫിഡന്റ് ഉടമ ആത്മഹത്യ ചെയ്യുകയോ കൊല്ലപ്പെടുകയോ ചെയ്തത്. കൊല്ലപ്പെട്ടതാണോ ആത്മഹത്യ ചെയ്തതാണോ എന്ന് നമുക്ക് അറിയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പുസ്തകത്തിലെ അദ്ദേഹത്തിന്റെ ഡയറിയിലെ എഴുത്തിൽ നിന്ന് മനസ്സിലാക്കണത് അദ്ദേഹം കൃത്യമായി ആത്മഹത്യ ചെയ്യാൻ നേരത്തെ റെഡിയായിരുന്നു. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, ഭാര്യയും 2 മക്കളും ഈ കാര്യങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകണം, എന്നിട്ട് അവിടെയുള്ള ജീവനക്കാരെ ഒന്നും ഒഴിവാക്കരുത്, അദ്ദേഹം എങ്ങനെ പോകണം, ഏത് വഴിക്ക് പോകണം, എന്തൊക്കെ പ്രോജക്റ്റ് പൂർത്തിയാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആ ആത്മഹത്യാക്കുറിപ്പിലുണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇതുവരെ പുറത്തു വരാത്ത ഞെട്ടിക്കുന്ന വിവരമാണ് ക്രൈം പുറത്തുവിടുന്നത്. ആദായ നികുതി ഉദ്യോഗസ്ഥന്മാർ രക്ഷപ്പെട്ടത് തലനാരിഴക്കി എന്നുള്ള വാർത്തയാണ് ഞാൻ തലക്കെട്ടായി കൊടുക്കുന്നത്. സത്യത്തിൽ ആദായ നികുതി ഉദ്യോഗസ്ഥന്മാർ ഇതിൽ കുറ്റവാളികളല്ല, യഥാർത്ഥ കുറ്റവാളി റോയ് തന്നെയാണ് എന്നുള്ള നിഗമനത്തിലേക്കാണ് ക്രൈം എത്തിച്ചേരുന്നത്. ഇന്നലെ വരെ ഞാൻ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ധാരാളം വിവരങ്ങൾ എനിക്ക് പുതുതായി കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം പുറത്തുവിടുന്നത്. നന്ദി, നമസ്കാരം.